السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. ثم أما بعد. സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم. فهل عسيتم إن توليتم, നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തേക്കുമോ? തവല്ലൈതും എന്നതിന് രണ്ട് വിശദീകരണങ്ങൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞ അർത്ഥം, അതായത് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് തിരിഞ്ഞു കളയുക. അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന്, നിങ്ങൾക്ക് അധികാരം വിലായത്ത് ലഭിക്കുക, നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ അൻ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമോ? വതുഖത്തിഉ അർഹാമകും, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചേക്കുമോ? അതിനാണോ നിങ്ങൾ ഒരുമ്പെടുക? രണ്ട് വിശദീകരണങ്ങളും പരസ്പരം എതിരല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നത് വിലക്കുന്നു. മാത്രമല്ല, അവരെക്കുറിച്ച്, അങ്ങനെ ചെയ്യുന്നവരെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവരെയാണ് അല്ലാഹു ശപിച്ചിട്ടുള്ളത്. ഫഅസമ്മഹും, അങ്ങനെ അവരെ അവൻ കേൾക്കാത്തവരാക്കിയിരിക്കുന്നു. സുമ്മുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കാത്തവർ, ബധിരർ. വഅഅമ, അല്ലാഹു അന്ധമാക്കിയിരിക്കുന്നു. അബ്സാറഹും, അവരുടെ കാഴ്ചകളെ. അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അവരെ അല്ലാഹു ബധിരരാക്കിയിരിക്കുന്നു. അഥവാ നല്ലതൊന്നും അവർ കേൾക്കുകയില്ല, ഗ്രഹിക്കാനുള്ള കേൾവി അവർ കേൾക്കുകയില്ല. കേൾക്കുന്നത് കൊണ്ട് ഉപകാരം ഉണ്ടാകുന്ന കേൾവി അവർ കേൾക്കുകയില്ല. അതുപോലെ കാണുന്നതുകൊണ്ട് പ്രയോജനമുള്ള കാഴ്ച അവർ കാണുകയില്ല. യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുക അത് നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് കാണാം. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തുകളിലൂടെ വിലക്കിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വലിയ പാപങ്ങളാണ്. ഒന്ന്, അൽ ഇഫ്സാദു ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക. അതിന് നേർ വിപരീതമാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതെന്താണ്? അൽ ഇസ്ലാഹു ഫിൽ അർദ്. ഇഫ്സാദിന്റെ വിപരീതമാണ് അൽ ഇസ്ലാഹ്, നന്മ ഉണ്ടാക്കുക. ഫസാദിന്റെ വിപരീതമാണ് സലാഹ്, നന്മ എന്നത്. ഭൂമിയിൽ നന്മ ഉണ്ടാക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിരിക്കുന്നു. ഭൂമി നന്മ നിറഞ്ഞതായതിനു ശേഷം വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമി അതിൽ നന്മ ഉണ്ടായതിനു ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള കുഴപ്പമെന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുക, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിൽ വിലക്കിയിട്ടുള്ള കാര്യമാണ്
ഖത്ഉൽ അർഹാം, കുടുംബബന്ധങ്ങൾ മുറിക്കുക. അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ചതാണത്, അത് മുറിക്കുക. അതിന് പകരം ഉള്ള കാര്യമാകട്ടെ വലിയ നന്മയാണ്. സിലത്തുൽ അർഹാം, കുടുംബബന്ധങ്ങൾ ചേർക്കുക എന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുള്ള ഒരു വിഷയമാണിത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ സിലത്തുൽ അർഹാമുമായി ബന്ധപ്പെട്ട സിലത്തുൽ റഹിം അല്ലെങ്കിൽ സിലത്തുൽ അർഹാം, കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിനെ സംബന്ധിച്ചുള്ള ധാരാളക്കണക്കിന് ഹദീസുകൾ ഇമാം ഇബ്നു കസീർ എടുത്തുദ്ധരിച്ചതായി കാണാം. അതിലൊന്നിങ്ങനെയാണ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു قال عن النبي صلى الله عليه وسلم قال അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖലഖല്ലാഹു തആല അൽ ഖൽഖ്, ഖലഖല്ലാഹു തആല അൽ ഖൽഖ്, അല്ലാഹു പടപ്പുകളെ പടച്ചു. ഫലമ്മ ഫറഗ മിൻഹു, എന്നിട്ട് അവരുടെ സൃഷ്ടിപ്പ് അവസാനിച്ചപ്പോൾ ഖാമത്തിർ റഹിമു, റഹിം അഥവാ കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നു. റഹിം അത് എഴുന്നേറ്റ് നിന്നു. ഫഅഖദത് ബിഹിഖ്വിർ റഹ്മാൻ, അത് റഹ്മാനായ അള്ളാഹുവിന്റെ ഹിഖ്വിന് പിടിച്ചു. അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് അവന്റെ ഹിഖ്വ്. ഹിഖ്വ് എന്ന് പറഞ്ഞാൽ ഊര, അതിനാണ് ഹിഖ്വ് എന്ന് പറയുക. സൃഷ്ടികളുടെ ഹിഖ്വ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ നടുഭാഗമാണ്, അവരുടെ ഊരയാണ്. അള്ളാഹുവിന്റെ ഹിഖ്വ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള ഒരു സിഫത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണ്ണുകൾ എന്നെല്ലാം ഖുർആനിലും ഹദീസിലും വന്നതുപോലെ അത് അള്ളാഹുവിനുണ്ട്. അത് ഒരു പടപ്പുകളുടേതും പോലെയല്ല. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല, എന്നാൽ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ഏത് സിഫത്തിനെ കുറിച്ച് പറയുമ്പോഴും നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു രൂപം വന്നെങ്കിൽ മനസ്സിലാക്കുക, അതിന്റെ അപ്പുറത്താണ് അള്ളാഹു, അതിന്റെ അപ്പുറത്താണ്. അത് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കുന്ന രൂപമല്ല. അള്ളാഹുവിന്റെ ഹിഖ്വിൽ റഹിം, കുടുംബബന്ധം പിടിച്ചു. ഫഖാല മഹ്, അള്ളാഹു അതിനോട് എന്താണ് എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ ആ റഹിം, കുടുംബബന്ധം പറഞ്ഞു, ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതിഅ, എന്നെ വിച്ഛേദിക്കുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നവന്റെ സ്ഥലമാണിത്. എന്നെ മുറിച്ചു കളയുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നവന്റെ സ്ഥലമാണിത്. ഫഖാല തആല, അപ്പോൾ അല്ലാഹു കുടുംബബന്ധത്തോട് റഹിമിനോട് പറഞ്ഞു, അലാ തർദൈന, നിനക്ക് തൃപ്തിയാകുന്നില്ലേ, നിനക്ക് പോരെ, അൻ അസില മൻ വസലക് വ അഖ്തഅ മൻ ഖതഅക്, നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും, നിന്നെ വിച്ഛേദിച്ചവനെ ഞാൻ വിച്ഛേദിക്കും എന്നതുപോലെ എന്ന് അള്ളാഹു റഹിമിനോട്, കുടുംബബന്ധത്തോട് ചോദിക്കും. ഫഖാല ബല, അപ്പോൾ റഹിം പറയും, ബല, മതി. ഖാല ഫദാക്, അള്ളാഹു പറഞ്ഞു, അത് നിനക്കുണ്ട്. നോക്കൂ, കുടുംബബന്ധം എന്ന് പറയുന്നത് നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് മാനവീയായ ഒരു കാര്യമാണ്. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ അതിനെ തൂക്കുമെന്ന്, അത് സംസാരിക്കുമെന്ന്, അങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ കാണാം. അത് നമ്മൾ അതുപോലെ വിശ്വസിക്കണം. അതൊന്നും ആലങ്കാരിക പ്രയോഗങ്ങളല്ല. ചില ആളുകൾ അങ്ങനെ പറയുന്നേക്കാം, അത് ആലങ്കാരികമാണ്. അല്ല, അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ റഹിമ റബ്ബിനോട് സംസാരിച്ചിരിക്കുന്നു, റഹിമ റബ്ബിന്റെ ഹിഖ്വിനെ പിടിച്ചിരിക്കുന്നു, റഹിമിനോട് അള്ളാഹു മറുപടി പറഞ്ഞിരിക്കുന്നു, കുടുംബബന്ധത്തോട്. അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും. അബൂ ഹുറൈറ പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓതിക്കോളൂ ഈ ആയത്ത്. എന്നിട്ട് ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിലെ നമ്മൾ പഠിച്ച ഈ ആയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. നിങ്ങൾ തിരിഞ്ഞുകളഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ നിങ്ങൾ ഒരുമ്പെടുകയാണോ എന്തിന്, അൻ തുഫ്സിദു ഫിൽ അർദ്,
ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ. അതുപോലെ വതുഖത്തിഉ അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ മുറിച്ചു കളയുകയാണോ? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നത് ഈ ദീനിന്റെ മഹാസിനുകളിലൊന്നാണ്. ഈ ദീനിന്റെ ഭംഗികളിൽ, അതിന്റെ നന്മകളിൽപ്പെട്ട കാര്യമാണ്. കാരണം ഓരോരുത്തരും അവരുടെ അടുത്ത ബന്ധുക്കളെ പരിഗണിക്കുകയും അവരോട് നല്ല നിലക്ക് വർത്തിക്കുകയും, സമ്പത്തുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഉപകാരമുണ്ടെങ്കിൽ അങ്ങനെ, ഒന്നും സാധിച്ചില്ലെങ്കിൽ നല്ല ഒരു വാക്കുകൊണ്ട്, സന്ദർശനങ്ങൾ കൊണ്ട്, സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, ആരാഞ്ഞുകൊണ്ട് പരസ്പരം ബന്ധം ചേർക്കുക എന്നത് സമൂഹത്തിന്റെ കെട്ടുറപ്പിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തരും അവന്റെ കുടുംബങ്ങളെ അങ്ങനെ പരിഗണിച്ചാൽ എല്ലാവരുടെ സ്ഥിതിയും നന്നായിത്തീരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കുടുംബക്കാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അത് പുറത്തുള്ളവർക്ക് കൊടുത്താൽ അത് സദഖയാണ്. എന്നാൽ കുടുംബക്കാരെ സദഖ കൊടുത്ത് നീ സഹായിച്ചാൽ അത് സദഖത്തുൻ വസില, അത് സദഖയാണ്. അതുപോലെ കുടുംബബന്ധം ചേർക്കലുമാണ്. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഓ നബിയെ താങ്കളുടെ അടുത്ത ബന്ധുക്കളെ താങ്കൾ താക്കീത് ചെയ്യുക എന്ന സൂറത്തു ശുഅറായിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് കുടുംബക്കാരെ വിളിച്ചു, യാ മഅശറ ഖുറൈശ്, ഓ ഖുറൈശികളെ എന്ന് മൊത്തത്തിൽ വിളിച്ചു. പിന്നെ അതിൽ യാ ബനി കഅബ് ഇബ്നു ലുഅയ്, ഖുറൈശികളിലെ പരമ്പരയിൽപ്പെട്ട പലരെയും പ്രത്യേകം വിളിച്ചു. യാ ബനി കഅബ് ഇബ്നു ലുഅയ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി അബ്ദി മനാഫ്, യാ സഫിയ അമ്മത റസൂലില്ലാഹ്, യാ ഫാത്തിമ ബിൻത മുഹമ്മദ്, ഇങ്ങനെ പലരെയും വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ പറഞ്ഞു, ഇഷ്തറു അൻഫുസകും അൻഖിദു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളൂ. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് വേണ്ടി നേടിത്തരാൻ എനിക്ക് കഴിയില്ല. ലാ അംലികു ലക്കും മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് വേണ്ടി എന്റെ ഉടമസ്ഥതയിലില്ല. വലാകിൻ, എന്നാൽ നിങ്ങൾക്ക് റഹിമുണ്ട്, നിങ്ങൾക്ക് ഞാനുമായി കുടുംബ ബന്ധമുണ്ട്. സഅബുല്ലുഹാ ബിബിലാലിഹാ, അതിന്റെ നനവുകൊണ്ട് ഞാനത് നനക്കും. അത് ഉണങ്ങി പിരിഞ്ഞ് പൊട്ടിത്തകർന്നു പോകാതെ വെള്ളം കൊണ്ട് ഞാനത് നനക്കും, ഞാനത് ചേർക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ കൽപ്പിച്ചത്, പറയൂ നബിയെ, ഇതിന്റെ പേരിൽ, ഈ ദഅവത്തിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹമല്ലാതെ. നോക്കൂ, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ കൽപ്പിച്ചു. ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് നൽകിയ ശ്രേഷ്ഠതയും മഹത്വവും എത്രയാണെന്ന് നോക്കൂ. ഈ ഹദീസ് മാത്രം പോരെ, അല്ലാഹു എത്ര വലിയ സ്ഥാനമാണ് അതിന് നൽകിയിട്ടുള്ളത്. നോക്കൂ, മറ്റൊരു ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം അബൂ ദാവൂദും തിർമിദിയും ഒക്കെ അവരുടെ സുനനുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണിത്. അബൂബക്കറിന്റെ റിവായത്തുകൾ കുറവാണ്, വലിയ സഹാബിമാരുടെ ഹദീസുകൾ കുറവാണ്. കാരണം അവർ നേരത്തെ മരണപ്പെട്ടു. അവർ ജീവിച്ച കാലം സഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. താബിഈങ്ങളെ കൂടുതൽ കണ്ടത് പ്രായം കുറഞ്ഞ സഹാബിമാരാണ്. അവർക്കാണല്ലോ ഹദീസ് ആവശ്യം. അതുകൊണ്ടാണ് അവരുടെ ഹദീസുകൾ വർദ്ധിക്കാൻ ഒരു കാരണം അതാണ്. എന്നാൽ കിബാറുകളായ നേരത്തെ മരണപ്പെട്ടുപോയ വലിയ സഹാബിമാർ, അവരുടെ ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ മിൻ ദംബിൻ അഹ്റാ അൻ യുഅജ്ജില അല്ലാഹു തആല ഉഖൂബതഹു ഫിദ്ദുനിയ മഅ മാ യദ്ഖിറു ലിസാഹിബിഹി ഫിൽ ആഖിറ മിനൽ ബഗി വഖതിഅത്തിർ റഹിം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മാ മിൻ ദംബിൻ, ഒരു കുറ്റവുമില്ല, അഹ്റാ, ഏറ്റവും സാധ്യതയുള്ളതായി. എന്തിന് സാധ്യതയുള്ളതായി? അൻ യുഅജ്ജില അല്ലാഹു തആല ഉഖൂബതഹു ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെ അല്ലാഹു പെട്ടെന്ന് ശിക്ഷ നൽകാൻ ഏറ്റവും സാധ്യതയുള്ള വേറൊരു തെറ്റുമില്ല.
മഅ മാ യദ്ഖിറു ലിസാഹിബിഹി ഫിൽ ആഖിറ, പരലോകത്തേക്ക് ശിക്ഷ വേറെയും മാറ്റിവെച്ചിട്ടുണ്ട്. പരലോകത്തേക്ക് ശിക്ഷ മാറ്റിവെച്ചതോടൊപ്പം ദുനിയാവിൽ തന്നെ വേഗം ശിക്ഷ നൽകാൻ പോന്ന വേറൊരു തെറ്റുമില്ല, മിനൽ ബഗി വ ഖതിഅത്തി റഹിമി, ഈ രണ്ട് തെറ്റുകളെ പോലെ. അതേതൊക്കെയാണ്? ഒന്ന് അൽ ബഗി, ബഗി എന്നാൽ ദ്രോഹിക്കുക, ജനങ്ങളെ ദ്രോഹിക്കുക, ആളുകളെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ഏത് നിലക്കുള്ള ഉപദ്രവമാകട്ടെ, വാക്കുകൊണ്ടാവാം, കൈകൾ കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാകാം, എങ്ങനെയാകട്ടെ, സ്വാധീനം ഉപയോഗിച്ചാകാം, ജനങ്ങളെ ദ്രോഹിക്കുക ബഗി അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് ഏതാണ്? വഖതിഅത്ത് റഹിം, കുടുംബബന്ധം മുറിക്കുക. ഈ രണ്ട് തെറ്റുകളുടെ പ്രത്യേകത, ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ശിക്ഷ നൽകാൻ, ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകാൻ, പരലോകത്ത് വേറെ ശിക്ഷയുണ്ട്, അതോടൊപ്പം ദുനിയാവിൽ വേഗം ശിക്ഷ നൽകാൻ പോന്ന ഈ രണ്ട് തെറ്റുകൾ പോലെ വേറെ തെറ്റില്ല. ഇതിനേറ്റവും സാധ്യതയുണ്ട് ദുനിയാവിൽ തന്നെ അത് അനുഭവിക്കാൻ. ധാരാളക്കണക്കിന് അനുഭവങ്ങൾ സഹോദരങ്ങളെ കാണാം. പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കൂ. ജനങ്ങളെ ദ്രോഹിച്ചും അവരടിച്ചമർത്തിയും അവരെ ചവിട്ടിമെതിച്ചുമൊക്കെ ജീവിച്ച ആളുകൾ, അവർക്ക് എന്താണ് സംഭവിച്ചത്? കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയവർക്ക് എന്താണ് ദുനിയാവിൽ തന്നെ കിട്ടിയത്? എത്രയോ അനുഭവങ്ങൾ നമുക്ക് വലത്തുമിടത്തും നോക്കിയാൽ, നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. എന്നാൽ പാപം അത് പലപ്പോഴും സ്വന്തത്തോട് തന്നെ ചെയ്യുന്നതായിരിക്കും, സ്വന്തത്തോട് തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഏത് തെറ്റും നമുക്കെതിരില്ല. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ ആളുകളെ ദ്രോഹിക്കുക, ജനങ്ങളോട് ദ്രോഹം ചെയ്യുക, അത് സുബ്ഹാനല്ലാഹ് വലിയ അപകടമാണ്. നമ്മൾ സഹോദരങ്ങളെ ഏറെ നമ്മെക്കുറിച്ച് തിരിഞ്ഞു നോക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ദ്രോഹിക്കുന്നുണ്ടോ എന്ന കാര്യം. ജനങ്ങൾ നമ്മൾ സഹവസിക്കുക മുസ്ലിമീങ്ങളായതുകൊണ്ടാണ്. അതല്ലാതെ മുസ്ലിമീങ്ങളല്ലാത്തവരെ ദ്രോഹിക്കാൻ അനുവാദം അതിലില്ല. ആരോട് ചെയ്യുന്ന ദ്രോഹമാകട്ടെ അപകടമാണ്. ദ്രോഹം ഒരാളോടും ചെയ്യാൻ പാടില്ല, അനീതി ഒരാളോടും പാടില്ല. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദ്ലൂമിന്റെ, മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം, വഇൻ കാന കാഫിറ, അവൻ കാഫിറാണെങ്കിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നോക്കൂ, അള്ളാഹു പറയുന്നത് വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. അള്ളാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക. വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയാത്തത് പറയുക, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയാത്തത് പറയുക. ഇത് മാത്രമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു വിരോധിച്ച, വിലക്കിയ തിന്മകൾ പ്രത്യേകം എടുത്തു പറഞ്ഞ, ആറ്റിക്കുറിക്ക് പറഞ്ഞ തിന്മകളിൽ ഒന്നാണ് ബഗി, ജനങ്ങളെ ദ്രോഹിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, ഒരു സ്ത്രീയുണ്ട്, അവൾ എന്താണ്? അവൾ തഖൂമുൽ ലൈൽ വതസൂം വതതസദ്ദഖ്, അവൾ രാത്രി നിസ്കരിക്കും, അതുപോലെ നോമ്പ് നോൽക്കും, ധാരാളമായി സദഖ കൊടുക്കും. പക്ഷെ അവൾക്കൊരു കുഴപ്പമുണ്ട്, തുഅ്ദി ജിറാനഹാ ബിലിസാനിഹാ, അവൾ അവളുടെ അയൽവാസികളെ അവളുടെ നാവ് കൊണ്ട് ദ്രോഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അവളിൽ യാതൊരു ഖൈറുമില്ല, അവൾ നരകത്തിലാണ്. മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചോദിച്ചു, അവൾ എന്താണ്? അവൾ ഫർദായതൊക്കെ നിസ്കരിക്കും, അതുപോലെ അവൾ സദഖ കൊടുക്കുക, ആർക്കും വേണ്ടാത്ത ചില കാര്യങ്ങളാണ്, പക്ഷെ ആരെയും ഉപദ്രവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. കാരണം ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം അവരുമായുള്ള ഹക്കാണ്. പടപ്പുകൾ പരലോകത്ത് അവരുടെ ബാധ്യത, അവരുടെ ഹക്ക് ഒരിക്കലും വിട്ടുതരികയില്ല. അള്ളാഹു അവനോടുള്ള ഹക്ക് വിട്ടു തന്നേക്കും, പക്ഷെ ജനങ്ങൾ അവരോടുള്ള ഹക്ക് വിട്ടുതരികയില്ല, അത് തീർക്കേണ്ടി വരും.
അവിടെ ആകട്ടെ ദീനാറും ദിർഹമും കൊണ്ട് തീർക്കാൻ കഴിയില്ല. വലാകിന്നൽ ഹസനാത്തി വസ്സയ്യിആത്ത്, നന്മകളും തിന്മകളും വെച്ചിട്ടാണ് അവിടെ കാര്യം തീരുമാനിക്കപ്പെടുക. എത്രത്തോളം എന്നാൽ പരലോകത്തെ ആളുകൾ ആഗ്രഹിക്കും തനിക്ക് ഏറ്റവും ദുനിയാവിൽ പ്രിയപ്പെട്ടവർ പോലും തനിക്കെന്തെങ്കിലും അവരിൽ നിന്ന് കിട്ടാനുണ്ട്, എന്തെങ്കിലും ബാധ്യത തന്നെ ദ്രോഹിച്ചതോ മറ്റോ ആയ എന്തെങ്കിലും അവരിൽ നിന്ന് ഹക്ക് അവരിൽ നിന്ന് ബാക്കിയുണ്ട്, അവരുടെ നന്മകൾ നേടാൻ, അല്ലെങ്കിൽ തന്റെ തിന്മ അവരിൽ ചാർത്താൻ ഒരാളെ അവരടുത്ത ആളായാൽ പോലും കിട്ടിയെങ്കിൽ എന്നാണ് പരലോകത്തെ ആളുകൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദ്രോഹം എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പുറമേക്കുള്ള ആളുകളോട് മാത്രമായാലേ അത് ബഗിയാവൂ എന്നില്ല. ചിലപ്പോൾ നമ്മളോട് അടുത്ത ആളുകളായിരിക്കാം, വളരെ അടുത്ത ബന്ധുക്കൾ, കൂടെ കഴിയുന്നവർ, നമ്മുടെ കീഴിൽ ജീവിക്കുന്നവർ, ഭാര്യമാരെ പോലെ, മക്കളെ പോലെ, അവരോടൊക്കെ മനുഷ്യർ ദുൽമ ചെയ്യാൻ സാധ്യത ഏറെയാണ്. കാരണം അവരുടെ മുകളിലാണ് ഇവന്റെ സ്ഥാനം, ഇവന് കീഴിലാണ്, ഇവന്റെ ചെലവിന് കീഴിലാണ്. അങ്ങനെയുള്ളവരോട് ദുൽമ ചെയ്യാൻ സാധ്യത ഏറെയുണ്ട്. അതുകൊണ്ടാണ് അവരോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നത് ഒരാളുടെ സൽ സ്വഭാവത്തിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ ഭാര്യയോട്, തന്റെ വീട്ടുകാരിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഞാൻ എന്റെ വീട്ടുകാരോട്, എന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവർ കീഴിലാണ്. വിവരമുള്ള ആളുകൾ പറഞ്ഞത് കാണാം, ഒരു സമൂഹത്തിന്റെ നന്മ തിരിച്ചറിയാൻ സാധിക്കുക അവർക്ക് അധികാരം ലഭിച്ചാലാണ്. അവർക്ക് കീഴിലുള്ളവരോട് അവരെങ്ങനെ പെരുമാറുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ഏതേത് നാടുകളിൽ മുസ്ലിമീങ്ങൾക്ക് അധികാരവും ഭരണവും മറ്റുള്ളവർക്കെതിരിൽ ആധിപത്യവും കിട്ടിയിട്ടുണ്ടോ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നന്മയോടെയും നീതിയോടെയും അനുകമ്പയോടെയും ഒക്കെയാണ് മുസ്ലിമീങ്ങൾ അവരല്ലാത്തവരോട് പെരുമാറിയിട്ടുള്ളത്. അവർക്ക് അധികാരവും സ്ഥാനമാനങ്ങളും ആധിപത്യവും ഒക്കെ ലഭിച്ച കാലഘട്ടങ്ങളിൽ, രാജ്യങ്ങളിൽ എല്ലാം മുസ്ലിമീങ്ങളുടെ ചരിത്രം അതാണ്. എന്നാൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്ന ആളുകളുടെ ചരിത്രം അതല്ല. അവരുടെ ചരിത്രം അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ ലാ യഅലൂനകും ഖബാല, നിങ്ങളെ ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കുകയില്ല എന്നതായിരുന്നു. വദ്ദു മാ അനിതും, നിങ്ങൾ ദ്രോഹിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഉപദ്രവമേറ്റിരുന്നുവെങ്കിൽ, നിങ്ങൾ പ്രയാസപ്പെട്ടിരുന്നുവെങ്കിൽ എന്നവർ കൊതിക്കുന്നു. ലാ യർഖുബൂന ഫീ മുഅ്മിനിൻ ഇല്ലൻ വലാ ദിമ്മ, മുഅ്മിനിന്റെ കാര്യത്തിൽ അവനെ ബുദ്ധിമുട്ടിക്കാൻ ഉള്ള, അവനോടുള്ള ഒരു കരാറും അവനോടുള്ള ഒരു ബന്ധവും അവർ പരിഗണിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ ചരിത്രം അതല്ല. മുസ്ലിമീങ്ങളുടെ ചരിത്രം നന്മയുടേതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കീഴിലുള്ളവരോടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദുൽം, അതിക്രമം, മെക്കിട്ടുകയറുക, അതുപോലെ ആളുകളെ ചവിട്ടി അരക്കുക, അവരെ അപമാനിക്കുക പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പരലോകത്തെ വലിയൊരു ഭാഗം അതോടെ നമുക്ക് തെളിഞ്ഞു ലഭിക്കും, എളുപ്പമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിൻ അവന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും അവൻ രക്തം ചിന്താത്തിടത്തോളം. അയാളുടെ രക്തം ചിന്തിയിട്ടില്ല, ആളുകളെ കൊലപ്പെടുത്തുകയോ ആളുകളുടെ രക്തം ചിന്തുകയോ ചെയ്യാത്തിടത്തോളം മുഅ്മിൻ തന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, കൈകൾ എപ്പോഴും ശുദ്ധമായിരിക്കുക എന്നത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഫഖനില്ലാഹു ഇയ്യാക്കും, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രയാസങ്ങൾ, വിദ്വേഷങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതകളെ തന്നെ ദീൻ അടച്ചു കളഞ്ഞത്. വെറുപ്പുണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ കാര്യങ്ങളെ പോലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിൽ വിലക്കിയത് കാണാം. 3 പേർക്കുമ്പോൾ 2 പേര് സ്വകാര്യം പറയരുത്. എന്തുകൊണ്ടാണ്? അത് ആ ഒരു തിന്മ മാത്രമല്ല, അതിനുശേഷം ഉണ്ടാകുന്ന അതിന്റെ അനന്തര ഫലങ്ങൾ അത് ചിലപ്പോൾ അവിടെ നിൽക്കുകയില്ല. അതിലൊരാൾക്ക് പ്രയാസമുണ്ടാകാം. ഒരാൾ വിവാഹാലോചന നടത്തിയതിന്റെ മുകളിൽ പോയി നിങ്ങൾ വിവാഹാലോചന നടത്തരുത്. കച്ചവടം ഉറപ്പിച്ചതിന്റെ മുകളിൽ പോയി കച്ചവടം ചെയ്യരുത്. അതിനേക്കാൾ കുറച്ചിട്ട് ഞാൻ തരാം, അല്ലെങ്കിൽ അതിനേക്കാൾ വില ഞാൻ തരാം എന്ന് വിൽക്കുന്നയാളോട് പറയുക, അതിനേക്കാൾ കുറച്ച് ഞാൻ തരാം എന്ന് വാങ്ങുന്നയാളോട് പോയി പറയുക എന്നതുപോലെയുള്ള വിദ്വേഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അത്
ഒഴിവാക്കാൻ അത് പാടില്ലെന്ന് ഇസ്ലാം വിലക്കി. സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഏറെ പ്രോത്സാഹിപ്പിച്ചു. പരസ്പരം സലാം പറയുക, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയുക, വീണ്ടും അയാൾ യഹ്ദീകുമുല്ലാഹു യസ്ലിഹു ബാലക്കും എന്ന് പറയുക, രോഗിയായാൽ സന്ദർശിക്കുക, ഉപദേശം ചോദിച്ചാൽ ഉപദേശം കൊടുക്കുക, ജനാസ പിൻപറ്റുക, അല്ലെ, സമ്മാനങ്ങൾ പരസ്പരം നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദൗ തഹാബ്ബൗ, നിങ്ങൾ പരസ്പരം ഹദിയകൾ കൊടുക്കുക, പരസ്പരം സ്നേഹമുണ്ടാകുക. വീട്ടിലേക്ക് കയറിപ്പോകുന്നു, നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ അവിടെയുണ്ട്, അവർക്ക് വേണ്ടി സഹോദര നീ വലിയ പൈസ ഒന്ന് കൊണ്ടുകൊടുക്കണ്ട, എന്തെങ്കിലും ചെറുത്, വളരെ ചെറിയൊരു ഉപഹാരം, ഒരു മധുരം, അത് അവരുടെ കയ്യിൽ കൊടുക്കുക എന്നത് സഹോദരങ്ങളെ പരസ്പരം സ്നേഹമുണ്ടാകാൻ സഹായിക്കുന്ന കാര്യമാണ്. അടുത്തവരാകട്ടെ, വളരെ അടുത്ത ബന്ധുക്കളാകട്ടെ, എന്നാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക മനസ്സടുക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അത് സഹോദരങ്ങളെ ശരീരങ്ങൾ തമ്മിലുള്ള ഹദിയകളാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു റൂഹിന്റെ ഹദിയയുണ്ട്, ആത്മാവിന്റെ സമ്മാനമുണ്ട്. അതെന്താണ്? പ്രാർത്ഥിക്കുക, അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പാപമോചനം തേടുക. ഇത് നമ്മളറിയാതെ പരസ്പരം സ്നേഹമുണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പ്രയാസം നമുക്ക് പ്രിയപ്പെട്ടവരുമായി ഉണ്ടായി, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് നോക്കൂ, അവൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് അല്ലാഹു മഗ്ഫിർ ലഹു അല്ലെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലി ഫുലാൻ എന്ന് പറഞ്ഞ് ഇന്നയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി നോക്കൂ. അത് റൂഹിന്റെ സമ്മാനമാണ്, അതൊരു തരത്തിലുള്ള ഹദിയയാണ്. അതും എന്താകും? പരസ്പരം സ്നേഹമുണ്ടാകാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ സ്നേഹമുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിൽ പ്രോത്സാഹിപ്പിച്ചു. വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കി. അല്ലെ, സാമ്പത്തിക ഇടപാടുകൾ അത് എഴുതി വെക്കുക എന്നത് ഏറെ പുണ്യമുള്ള കാര്യമാക്കി. കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക എന്നത് എഴുതി വെക്കൽ മുസ്തഹബായ കാര്യമാണ്. അത് എന്തുകൊണ്ടാണത്? അത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? കാരണം ആളുകൾ മറന്നുപോയേക്കാം, അല്ലെ, കൊടുത്ത ആൾ ചിലപ്പോ വാങ്ങിയ ആൾ തന്നെ മറന്നുപോയേക്കാം, ഹദീസുകളിൽ നമുക്ക് കാണാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ തന്റെ മക്കളെല്ലാം മക്കളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനെ കണ്ടപ്പോൾ ആദമിന് വലിയ ഒരു പ്രത്യേക ആശ്ചര്യം തോന്നി. ജനിക്കാൻ പോകുന്ന എല്ലാവരെയും കാണിച്ചു കൊടുത്തുന്ന. അപ്പൊ ചോദിച്ചു, അതാരാണ്? അപ്പൊ പറഞ്ഞു, അത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ആദം നബി ചോദിച്ചു, എത്ര ആയുസ്സുണ്ട്? എന്നാൽ എന്റെ ആയുസ്സെന്ന് ഒരു ഭാഗം ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് ആ മകന് കൊടുക്കണം. അങ്ങനെ ശരി, കൊടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഈ കൊടുത്തത് കുറച്ചിട്ട് മരണസമയം എത്തിയപ്പോൾ നബിമാർക്ക് അവരുടെ മരണം അള്ളാഹു നേരത്തെ അറിയിച്ചു കൊടുക്കുമെന്നാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും, അള്ളാഹു എനിക്ക് ഇതിനേക്കാൾ ആയുസുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങളല്ലേ ആർക്ക് കൊടുത്തത്? ദാവൂദിന് കൊടുത്തത്. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ കൊടുത്തതും കൂടി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് വീണ്ടും കൊടുത്തു. ദാവൂദിനാകട്ടെ അത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപ്പ മറന്നു, മക്കളും മറക്കുന്നവരാണ്. കാരണം മനുഷ്യന്റെ പ്രത്യേകതയാണ് മറവി എന്നത്. നമ്മുടെ ദാഖിറത്ത്, നമ്മുടെ ഓർമ്മ നമ്മെ വഞ്ചിക്കും. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മരിക്കുന്നവരെ എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു കാര്യം കേൾക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുക, പറയുമ്പോൾ അങ്ങനെയാണ് തോന്നുക, ഞാൻ ഒരിക്കലും ഇത് മറക്കുകയില്ല. പക്ഷെ നോക്കൂ, വർഷങ്ങൾ കഴിഞ്ഞാൽ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ മറന്നിട്ടുണ്ടാവും. അത് പറഞ്ഞതും കേട്ടതും ഒക്കെ മറക്കാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് പറഞ്ഞത്. എഴുതാൻ, സാമ്പത്തിക ഇടപാടുകൾ എഴുതി വെക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ. ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് കടത്തിന്റെ ആയത്താണ്, ആയത്തു ദൈനാണ്, സൂറത്തുൽ ബഖറയിലെ ആയത്ത്. കടമിടപാടുകൾ പരസ്പരം എഴുതി വെക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചു. തൊട്ടടുത്ത ആയത്തിലൂടെ അതിലൊരു ഇളവ് നൽകി. എന്താണത്? നിർബന്ധമല്ല, കുറ്റം ലഭിക്കുകയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ കടം കൊടുത്തു എന്നിട്ട് എഴുതി വെച്ചില്ല, എന്നിട്ട് ഈ വാങ്ങിയ ആള് കൊടുക്കാതിരുന്നാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, സ്വന്തത്തെ അല്ലാതെ അവൻ കുറ്റം പറയണ്ട എന്ന് പറഞ്ഞാൽ അത് അവനവൻ തന്നെ വരുത്തി വെച്ച വിനയാണ്.
അവന് ആ കാര്യത്തിൽ ദുആഇന് ഉത്തരം കിട്ടുകയില്ല എന്നുവരെ ഹദീസുകളിൽ കാണാം. കാരണം അത് സ്വയം വരുത്തി വെച്ച വീഴ്ചയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ബന്ധങ്ങൾ നിലനിൽക്കാൻ, സ്നേഹം എപ്പോഴും അതുപോലെ പോകാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ധാരാളം കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചു. അതോടൊപ്പം പ്രയാസങ്ങൾ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ഏറെ പ്രോത്സാഹനം നൽകി. അതെന്തുകൊണ്ടാണ്? ഈ ബന്ധങ്ങൾ നമ്മുടെ പരലോകത്തെ ഏറെ ബാധിക്കുന്ന കാര്യമാണ് എന്നതുകൊണ്ടാണ്. അല്ലാഹു അലം. നോക്കൂ, മറ്റൊരു ഹദീസ് സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സറഹു അന്നസഉ ഫിൽ അജൽ വസിയാദതു ഫിൽ റിസ്ഖ് ഫലിയസിൽ റഹിമഹ്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആർക്കാണോ ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ളത്, അതുപോലെ റിസ്ഖിൽ വർധനവ് ആർക്കാണോ ഇഷ്ടമുള്ളത്, ഫലിയസിൽ റഹിമഹ്, അവനവന്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. ആയുസ് വർദ്ധിക്കുക, റിസ്ക് വർദ്ധിക്കുക, ഇത് രണ്ടും സഹോദരങ്ങളെ കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ധാരാളമായി ഉണ്ടാകും. എത്രത്തോളം എന്നാൽ അവർ ബാക്കി പല കാര്യങ്ങളിലും വീഴ്ച വരുത്തുന്നവരാണ് എങ്കിൽ കൂടി. നിങ്ങൾ നോക്കൂ, ദീനൊന്നും വല്ലാതെ പാലിക്കാത്ത ചില ആളുകളെ കാണാം. പക്ഷെ അവരവരുടെ കുടുംബബന്ധം നന്നായി സൂക്ഷിക്കുന്നവരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. എന്തു പ്രയാസമുണ്ടായാലും അവർ ഓടിയെത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ധാരാളം റിസ്ഖിൽ വർധനവ് കൊടുക്കുന്നത് കാണാം. വേറെ പലതിലും അവർക്ക് പാളിച്ചുണ്ടെങ്കിലും അത് ദുനിയാവിൽ വേറെ പല വിഷയങ്ങളിലും മോശക്കാരായ ആളുകളിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും, അതുപോലെ റിസ്ഖിൽ വർധനവ് കൊടുക്കും. എങ്ങനെയാണ്? ആയുസ് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ലേ, അതെങ്ങനെയാണ് വർദ്ധിക്കുക? അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ച കിതാബിൽ ഉള്ളതിന് മാറ്റമില്ല. പക്ഷെ ഇതും അതിലുണ്ടാകും. ഇവന്റെ ആയുസ് ഇത്രയാണ്, എന്നാൽ ഇവൻ കുടുംബബന്ധം ചേർക്കും, അങ്ങനെ ഇവന്റെ ആയുസ് ഇത്ര വർദ്ധിക്കും. അത് മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ അമലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുആ അങ്ങനെയാണ്. ഇവൻ ഇന്നൊരു അപകടം വരാനിരുന്നു, പക്ഷെ ഇവൻ ദുആ ചെയ്യും, എന്നിട്ട് അപകടം നീങ്ങും. അതും അല്ലാഹു റബ്ബുൽ ആലമീൻ ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, മറ്റൊരു ഹദീസ്, അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി. അംർ ഇബ്നു ശുഐബ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്, അദ്ദേഹം പിതാമഹനിൽ നിന്ന്, അഥവാ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ജാഅ റജുലൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരും. എന്നിട്ട് പറയും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ലീ ദവി അർഹാം, നബിയെ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്. അസ്ലു, ഞാൻ അവരുമായുള്ള ബന്ധം ചേർക്കും. വയഖ്തഊൻ, അവർ മുറിക്കും. ഞാൻ ചേർക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ മുറിക്കുന്നു, ബന്ധം വിച്ഛേദിക്കുന്നു. വഅഫു, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കും, പോട്ടെ നിൽക്കും. വയദ്ലിമൂൻ, അവർ അക്രമം ചെയ്യുന്നു. വഉഹ്സിനു, ഞാൻ അവർക്ക് നന്മ ചെയ്യും. വയുസിഊൻ, അവർ തിന്മ ചെയ്യും. അഫഉകാഫിഉഹും, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ അവർ ഇങ്ങോട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യട്ടെ, പകരത്തിന് പകരം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ചെയ്യരുത്. ഇദൻ തുത്രകൂന ജമീഅ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരത്താകും. വലാകിൻ, പക്ഷേ, ഖുദ് ബിൽ ഫദ്ലി വസിൽഹും, ഖുദ് ബിൽ ഫദ്ലി വസിൽഹും, എന്താണ് അവർ ഫദ്ലായി നിനക്ക് തരുന്നത്? അവരവരുടെ നല്ല മനസ്സോടെ ഓശാരം പോലെ തരുന്ന സ്നേഹബന്ധവും ബന്ധം ചേർക്കലും എന്താണോ അത് നീ എടുക്കുക. വസിൽഹും, നീ അങ്ങോട്ട് ചേർക്കുക. ഫഇന്നഹു ലൻ യസാല മഅക ളഹീറുൻ മിനല്ലാഹി മാ കുൻത അലാ ദാലിക്, ഈ നിലപാടിൽ നീ ആയിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിൽ നിന്നൊരു സഹായി നിനക്കുണ്ടായിരിക്കും. അള്ളാഹുവിൽ നിന്ന് ഒരു സഹായി നിന്നെ സഹായിക്കാനുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തരമായ കാര്യമാണെന്ന് നോക്കൂ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഖുദ് ബിൽ ഫദ്ലി വസിൽഹും, നീ ഫദ്ൽ സ്വീകരിക്കുക, എന്നിട്ട് നീ എന്തു ചെയ്യുക? നീ അവരുമായി ബന്ധം ചേർക്കുക.
നീ അവരുമായി ബന്ധം ചേർക്കുക. എന്നാണ് ഖുദ് ബിൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജുദ് ബിൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ, ജുദ് ബിൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ നീ അവർക്ക് അങ്ങോട്ട് ഔദാര്യമായി കൊടുക്കുക. ഖുദ് ബിൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഫദ്ലായി കിട്ടുന്നത് നീ എടുക്കുക. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ, ചെറിയൊരായത്തിൽ അള്ളാഹു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാ സിയാസത്തും അഥവാ എല്ലാ നയതന്ത്രവും ആയത്തിലുണ്ടെന്നാണ്. ജനങ്ങളോട് സ്വീകരിക്കേണ്ട നയതന്ത്രം ഉണ്ടല്ലോ, അവരുമായുള്ള ബന്ധം മുടങ്ങാതെ മുറിയാതെ പോകാൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, അത് അതിലുണ്ടെന്നാണ്. ഏതാണ് ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയുണ്ടായി, നീ അവരിൽ നിന്ന് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഇതാണ് ആയത്ത്. ഇത്ര ചെറിയ ആയത്താണ്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നീ അഫു സ്വീകരിക്കുക. അഫു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച സ്വീകരിക്കുക എന്നതിന് മലയാള പരിഭാഷയിൽ അർത്ഥം കാണാം. പക്ഷേ അതിന്റെ ശരിയായ വിശദീകരണം ജനങ്ങളെ അഫുവായി നിനക്ക് തരുന്നത്, അഫുവായി തരിക എന്ന് പറഞ്ഞാൽ അവർ നീ നിർബന്ധിച്ചിട്ട് തരുന്നതൊന്നുമല്ല, മറിച്ച് അവരുടെ ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഔദാര്യമായി എന്താണോ അവർ തരുന്നത് എന്ന് പറഞ്ഞാൽ അത് പണം തരിക എന്നത് മാത്രമല്ല, മറിച്ച് അവരേത് സ്വഭാവത്തിലാണോ നിന്നോട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറുന്നത്, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ നിന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഒരു പരിഗണന, ഒരു നല്ല വാക്ക്, അത് നീ സ്വീകരിക്കുക. അത് മതി. വഅ്മുർ ബിൽ ഉർഫ്, നീ നന്മ കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞളഞ്ഞേക്ക്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, സകല സിയാസത്ത് ഈ ആയത്തിലുണ്ടെന്നാണ്. കാരണം ഖുദിൽ അഫു എന്ന് പറഞ്ഞാൽ അവർ നിനക്ക് വിട്ടു തന്നതല്ലാതെ നീ ഒന്നും അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടല്ല. നീ നിന്റെ അവകാശത്തെക്കുറിച്ച് അവരിൽ നിന്ന് കിട്ടാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അതാണോ അവർ നല്ലവർക്ക് നിന്നെ പരിഗണിക്കുകയും നിന്നോട് പെരുമാറുകയും ചെയ്യുന്നത്, അത് സ്വീകരിച്ചേക്ക്. അതല്ലാതെ എന്നെ അവിടെ പരിഗണിച്ചില്ല, എന്നെ അവിടെ ശ്രദ്ധിച്ചില്ല, എന്നോട് വിളിച്ചില്ല, എന്നെ അങ്ങനെ ആക്കി, ഇങ്ങനെ ചിന്തിക്കാൻ നിന്നാൽ ബന്ധങ്ങൾ പാളിപ്പോകും. ഖുദിൽ അഫു. ഇമാം ഇബ്നുൽ ഖയ്യിം മറ്റൊരു കാര്യം പറഞ്ഞു, കുൻ മഅല്ലാഹി ബില ഖൽഖ്, നീ അള്ളാഹുമായുള്ള ഇടപാടിൽ നീ എങ്ങനെയായിരിക്കുക? പടപ്പുകൾ ഒരാളും ഇവിടെ ഇല്ല, നീ ഒറ്റൊരുത്തനോട് ഭൂമിയിലുള്ളൂ എന്നതുപോലെ ആയിരിക്കണം നീ അള്ളാഹുവിനോടുള്ള ഇടപാട്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഹറാമാക്കിയത് വിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു പടപ്പും നിനക്ക് തടസ്സമാകരുത്. അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യാൻ ഒരു മഖ്ലൂഖും നിനക്ക് തടസ്സമാകരുത്. ഇവിടെ ഒരു പടപ്പുമില്ല എന്നുള്ള കോലത്തിലായിരിക്കണം അള്ളാഹിനോടുള്ള നിന്റെ നിലപാട്. അതുപോലെ വക്കുൻ മഅൽ ഖൽഖി ബിലാ നഫ്സ്, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, എന്നാൽ പടപ്പുകളോടുള്ള നിലപാട് എങ്ങനെയായിരിക്കണം? നീയൊന്നൊരുത്തിനോട് ഇല്ല എന്നുള്ള പോലെ ആയിരിക്കണം. നീയൊന്നൊരുത്തിനോട് ജീവിച്ചിരിപ്പേ ഇല്ല, നിനക്ക് യാതൊരു അവകാശങ്ങളും ഇല്ല എന്നതുപോലെ പടപ്പിനോട് പെരുമാറിക്കളി എന്നാണ്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, നീ പടപ്പുകളെ രണ്ട് കണ്ണുകൊണ്ട് നോക്കണം. ഒന്ന് അള്ളാഹുവിന്റെ ഖദറിന്റെ കണ്ണ്, രണ്ട് അള്ളാഹുവിന്റെ ശറഇന്റെ കണ്ണ്. ഖദറിന്റെ കണ്ണുകൊണ്ട് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കണ്ണുകൊണ്ട് നോക്കിയാൽ നിനക്ക് അവരോട് അനുകമ്പവും സഹതാപവും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ തിന്മയുടെ ആളുകളോട് പോലും നിനക്ക് ഒരു തരത്തിൽ എന്തുണ്ടാവും? സഹതാപം ഉണ്ടാവും, അഥവാ അവരോടുള്ള ഗുണകാംക്ഷ. അള്ളാഹിന്റെ വിധി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആത്യന്തികമായി ഇവരിങ്ങനെ ആയിട്ട് തീർന്നിട്ടുള്ളത്. അവരെന്നോട് മോശമായി പെരുമാറുന്നു, ആത്യന്തികമായി അതെന്താണ്? അള്ളാഹുവിന്റെ വിധിയാണ്. രണ്ടാമത്തത് ശറഇന്റെ കണ്ണുകൊണ്ട് നീ അവരെ നോക്കുക. അതെന്താണ്? അള്ളാഹുവിന്റെ ദീനിൽ നീ അവരോട് എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അവരോട് പെരുമാറുക. ആളുകളെ നീ നോക്കിക്കാണേണ്ട രണ്ടാമത്തെ നോട്ടം അത് ശറഇന്റെ നോട്ടമാണ്. അവിടെയാണ് ഈ ആയത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വരുന്നത്. വഅ്മുർ ബിൽ ഉർഫ്, നീ അവരോട് ഉർഫ് കൽപ്പിക്കുക, നന്മ കൽപ്പിക്കുക എന്ന് മാത്രമല്ല, ഉർഫ് എന്നതിന് മറ്റൊരു അർത്ഥം നാട്ടിലെ സാധാരണ ഒരു പ്രായത്തിലുള്ള ഭാര്യയോട് ആ പ്രായത്തിലുള്ള ഭർത്താവ്, ആ സാമ്പത്തിക നിലവാരമുള്ളയാൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ പെരുമാറുക. അതാണ് നാട്ടിലെ ഉർഫ് എന്ന് പറയുക. അതിന് ദീനിൽ പരിഗണനയുണ്ട്. ഉദാഹരണത്തിന് ഒരു നാട്ടിൽ അതിഥി ആദരിക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരു നാട്ടിൽ. ഒരു നാട്ടിൽ
ഒരാൾ ചില ആളുകൾക്ക് ചെയ്യുന്ന നന്മകൾ അത് എല്ലാ നാട്ടിലും അത് നന്മയായിക്കൊള്ളണമെന്നില്ല. ഒരു നാട്ടിൽ ഒരാൾ കയറി വന്ന ഒരു സാധനം കൊടുത്ത് അത് അയാൾ അപമാനിക്കലാണെങ്കിൽ വേറെ നാട്ടിൽ ചിലപ്പോൾ അത് വലിയ ആദരവായിരിക്കും. ചില ഭക്ഷണം, ചില പാനീയം, അതെന്താണോ അവിടുത്തെ ആദരവ്, അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്, ദീനിന് എതിരല്ലാത്തടത്തോളം. ഇങ്ങനെ ദീനിലും അതുപോലെ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലും ദീനിനോട് എതിരല്ലാത്ത സാമൂഹ്യ സ്ഥിതികളിലുമൊക്കെ എന്താണോ നന്മ, ആ നന്മ നീ കൽപ്പിക്കുക. അതാണ് ശറഈന്റെ കണ്ണോട് കൂടി ജനങ്ങളെ കാണണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ബാക്കിയുള്ളത് എന്താണ്? വഅരിദ് അനിൽ ജാഹിലി, ജാഹിലുകളായ ആളുകളിൽ നിന്ന് നീ തിരിഞ്ഞു കളഞ്ഞേക്കുക. അഥവാ ഒരുവൻ അവന്റെ വിവരക്കേടുമായി നിന്നോട് പെരുമാറാൻ വന്നാൽ വിവരം കെട്ട രൂപത്തിൽ തന്നെ നീ അവനോട് പ്രതികരിക്കരുത്. ഒരു അവിവേകി അവന്റെ അവിവേകവുമായി നിന്നോട് വല്ലതും പറയുകയോ ചെയ്യുകയോ ഉണ്ടായാൽ അതേ അവിവേകത്തോടെ നീ അവനോട് പ്രതികരിക്കരുത്. നീ തിരിഞ്ഞു കളഞ്ഞേക്ക്, അത് വിട്ടുകളഞ്ഞേക്ക്. വഅരിദ് അനിൽ ജാഹിലീൻ, വഅരിദ് അനിൽ ജാഹിലീൻ. അബ്ദുൽ ഖയ്യിം പറഞ്ഞു, സകല സിയാസത്തും എല്ലാ നയതന്ത്രവും ഈ ആയത്തിലുണ്ട് എന്ന്. ഖുദിൽ അഫ്വ വഅമുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. എത്ര മഹത്തരമായ ആയത്താണ് എന്ന് നോക്കൂ. എത്ര ചെറുതാണ്, എന്നാൽ എത്ര മഹത്തരമായ ആശയമാണ് അതിലുള്ളത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റഹിമ മുഅല്ലഖത്തുൻ ബിൽ അർശ്. കുടുംബബന്ധം അത് അല്ലാഹുവിന്റെ അർശിൽ തൂക്കിയിടപ്പെട്ടിരിക്കുന്നു. വലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബബന്ധം ചേർക്കുന്നവനെന്നാൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് ചെയ്യുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ. മറിച്ച് വലാകിന്നൽ വാസിൽ, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്നാൽ അല്ലദി ഇദാ ഖുത്തിഅത് റഹിമുഹു വസലഹ, അവന്റെ ബന്ധം മുറിഞ്ഞുപോയാൽ അത് ചേർക്കുന്നവനാണ്. മുറിഞ്ഞുപോയത് ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസ് നമ്മളെല്ലാവരും കേട്ട ഹദീസാണ്, പ്രസിദ്ധമായ ഹദീസ്. എന്താണത്? അബ്ദുല്ലാഹി ഇബ്നു അംറിന്റെ തന്നെ ഹദീസ്, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്നവരെ റഹ്മാനായ റബ്ബ് അവർക്ക് കാരുണ്യം ചൊരിയും. ഇർഹമു അഹ്ലൽ അർദ് യർഹംകും അഹ്ലുസ് സമാ. മറ്റൊരു റിവായത്തിൽ ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക, എങ്കിൽ മുകളിലുള്ളവൻ അല്ലാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും. വറഹിമതു റഹിമു ശുജ്നത്തുൻ മിനർ റഹ്മാൻ. റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പേരിൽ നിന്നാണ് റഹിം എന്ന പേരുണ്ടായിട്ടുള്ളത്, കുടുംബബന്ധം എന്ന പേര്. മൻ വസലഹ വസൽതു വമൻ ഖതഅഹ ബതത്തു. അള്ളാഹു എന്താണ് പറഞ്ഞത്? ആരാണോ അത് ചേർത്തത് ഞാൻ അവനെ ചേർക്കും, ആരാണോ അത് മുറിച്ചത് ഞാൻ അവനെ മുറിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അന റഹ്മാൻ, ഞാനാണ് റഹ്മാൻ. ഖലഖ്തു റഹിം, ഞാൻ കുടുംബബന്ധത്തെ പടച്ചു. വശഖഖ്തു ലഹാ ഇസ്മഹാ മിൻ ഇസ്മി, എന്റെ പേരിൽ നിന്ന് അതിന്റെ പേര് ഞാൻ മുറിച്ചു കൊടുത്തു എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ബാക്കി എന്താണ്? നേരത്തെ പറഞ്ഞ ഹദീസിലൊക്കെ ഉള്ളതുപോലെ ആരാണോ അത് ചേർത്തത് ഞാനത് ചേർക്കും, ആരാണോ അത് മുറിച്ചത് ഞാനത് മുറിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. നമ്മിൽ പലരും ഇത് ഇങ്ങനെയുള്ളത് പലതും മുറിക്കാൻ, ചേർക്കാതിരിക്കാൻ ന്യായമായി പറയുന്നത് വേറെ പലതും നമ്മൾ പറയുമെങ്കിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും അത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ തന്നെ ആയിരിക്കാം. ദീനിയായ ശർഈയായ ചില കാരണങ്ങളൊക്കെ പലരും പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ വ്യക്തിപരമായ ആളുകളുടെ വൈകാരികതകളും അവരുടെ അഭിമാനത്തെ തൊട്ടതും ഒക്കെ ആവാൻ പലരുടെയും സംഭവങ്ങളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും അവനവനെ കുറിച്ച് ചിന്തിച്ചു നോക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഈ വിഷയത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അവനെ അനുസരിക്കാൻ, നമ്മുടെ ബന്ധങ്ങൾ ചേർക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.